ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചനവുമായിട്ട് ഒരുമിച്ചായിരിക്കാൻ ദൈവം തന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനമറിയിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ചകളായി എന്നാൽ ഒടുക്കം നിങ്ങൾ എന്തു ചെയ്യുമെന്നുള്ള യിരെമ്യാ പ്രവചനത്തിലെ ദൈവിക ശബ്ദം ഒരു ക്യാപ്സൂൾ പരുവത്തിലെ ചെറിയ സന്ദേശങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതിൻ്റെ 3-ാമത്തെ ഭാഗത്തേക്ക് ഇന്ന് കടക്കാൻ ദൈവത്തിൽ ആഗ്രഹിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ച പോലെ ഇസ്രയേൽ ആത്മീയമായും ധാർമ്മികമായും വളരെ അധപ്പതിച്ചു പോയി. അതിൻ്റെ കാരണം ദൈവത്തിൽ നിന്ന് അവരകന്നതോ അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് വിട്ടുമാറിയതോ ഒന്നും കള്ളപ്രവാചകന്മാരെ സൂചിപ്പിക്കാൻ ഒരുക്കമല്ല. അതവർക്ക് വെളിപ്പെട്ട് കിട്ടത്തുമില്ല. അങ്ങനെ കള്ളപ്രവാചകന്മാരുടെ എണ്ണം ഇസ്രയേലിൽ ഒരുപാട് ഉണ്ടായിരുന്നതുകൊണ്ട് അവരെല്ലാം ജനത്തിന് നന്മയും ഉയർച്ചയും ദോഷമൊന്നും വരത്തില്ലെന്നും ദൈവം അവരെ അനുഗ്രഹിക്കുമെന്നും യുദ്ധത്തിലെ രാജാക്കന്മാർക്ക് ജയം കിട്ടുമെന്നുമൊക്കെ കളവായ പ്രവചനം പറഞ്ഞുകൊണ്ടിരുന്നു. ഭരണാധികാരികളായിരിക്കുന്ന രാജാക്കന്മാർക്ക് അത് ഇഷ്ടമായിരുന്നു, പുരോഹിത വർഗത്തിന് ഇഷ്ടമായിരുന്നു, ജനത്തിന് ഇഷ്ടമായിരുന്നു. അപ്പോൾ യിരെമ്യാ ചോദിക്കുകയാണ്, എന്നാൽ ഒടുവിൽ നിങ്ങൾ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ ന്യായവിധി ദിവസത്തിൽ എന്ത് ചെയ്യും? പുതുനിയമ സഭയോട് ഇത് തന്നെ ദൈവം ചോദിക്കുകയാണ്. ന്യായവിധി ദിവസത്തിൽ നിങ്ങളുടെ കരം ബലപ്പെട്ടിരിക്കുമോ? അവനോട് കണക്ക് തീർക്കുന്ന നാളിൽ നിങ്ങളുടെ കരം ബലപ്പെട്ടിരിക്കുമോ? നമ്മൾ യിരെമ്യാ പ്രവചനം പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന ഒരു വലിയ പ്രത്യേകത, പ്രവചന ശുശ്രൂഷ എന്ന് പറയുന്നത്, യഥാർത്ഥ പ്രവചന ശുശ്രൂഷ അത് കഠിനമേറിയതായിരുന്നു. യിരെമ്യാവ് 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ യിരെമ്യാവ് ആരായിരുന്നു പറയുന്നുണ്ട്. ബെന്യാമിൻ ദേശത്തെ അനാഥോത്തിലെ പുരോഹിതന്മാരിൽ ഹില്ക്കിയാവിൻ്റെ മകനായ യിരെമ്യാവിൻ്റെ വചനങ്ങൾ. അപ്പോൾ പുരോഹിതൻ്റെ മകനായ യിരെമ്യാവിന് സ്വാഭാവികമായിട്ടും പാരമ്പര്യമനുസരിച്ച് പുരോഹിത ശുശ്രൂഷ ലഭിക്കും. അത് വളരെ ഈസിയായ കാര്യമായിരുന്നു, ജനത്തിനിടയിൽ അംഗീകാരമുള്ള കാര്യമായിരുന്നു, ബഹുമാനം കിട്ടുന്ന കാര്യമായിരുന്നു. പക്ഷേ യിരെമ്യാവിനെ ദൈവം പ്രവാചകനായിട്ടാണ് വിളിച്ചത്. അതിൻ്റെ അടുത്ത വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ അരുളപ്പാടായിട്ട് 5-ാം വാക്യം തൊട്ട് പറയുന്നത്, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ഇപ്പോൾ പ്രവാചകനായി നിയമിച്ചിരിക്കുക. ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വരുന്നതിന് മുമ്പ് തന്നെ അതിനായി വിശുദ്ധീകരിച്ചെന്ന് പറഞ്ഞാൽ വേർപെടുത്തി നിർത്തി. ഇത് യിരെമ്യാവിനെ സംബന്ധിച്ച് ഇത് ഉൾക്കൊള്ളാൻ മേല. കാര്യം കുടുംബ പാരമ്പര്യമനുസരിച്ച് അടുത്ത പുരോഹിത ശുശ്രൂഷ ചെയ്യുകയായിരുന്നു തനിക്ക് നല്ലത്. പ്രവാചകനായി നിയമിക്കുക എന്ന് പറയുമ്പോൾ ഇസ്രയേലിനോട് മാത്രമല്ല ജാതികളോടും പ്രവചിക്കേണ്ടി വരും. മാത്രമല്ല ഭരണാധികാരികളായിരിക്കുന്ന രാജാക്കന്മാരോടും ആത്മീയ ഭരണാധികാരികളായിരിക്കുന്ന പുരോഹിതന്മാരോടും കള്ളപ്രവാചകന്മാരോടും ജനത്തോടുമൊക്കെ ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കേണ്ടി വരും. നിലവിലുള്ള അവരുടെ ആത്മീയ സാഹചര്യത്തെ, ആത്മീയ നിലവാരത്തെയും ധാർമ്മിക നിലവാരത്തെയും ദൈവം അളന്നു കുറിച്ച് അവർക്ക് കൊടുക്കുമ്പോൾ അവരത് വെളിപ്പെടുത്തണം. അതുകൊണ്ട് ഈസിയായ ശുശ്രൂഷ അല്ലായിരുന്നു യഥാർത്ഥ പ്രവചന ശുശ്രൂഷ. അത് രാജാക്കന്മാരുടെ മുഖത്ത് നോക്കി പോലും ദൈവിക ദൂത് വിളിച്ച് പറയുന്നതാണ്. നമുക്ക് ദാവീദിൻ്റെ മുഖത്ത് നോക്കി പോലും നാഥാൻ പ്രവാചകൻ പറഞ്ഞ ദൂത് ആ മനുഷ്യൻ നീ തന്നെയായിരുന്നു. നീ തല പോകുന്ന ശുശ്രൂഷയാണത്. അതുകൊണ്ട് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് യിരെമ്യാവ്
അതിനൊരു വിസമ്മതം പറയുന്നുണ്ട്. ഞാൻ ബാലനാണ് എന്ന് പറയുന്നുണ്ട്. എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. പക്ഷെ ദൈവം പറഞ്ഞു, ബാലനാണെന്ന് നീ പറയരുത് എന്ന് ദൈവം അവനോട് തിരിച്ച് പറഞ്ഞു. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെ അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. നീ അവരെ ഭയപ്പെടരുത്. നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. പിന്നെ യഹോവ കൈനീട്ടി എൻ്റെ വായെ തൊട്ടു, ഞാൻ എൻ്റെ വചനങ്ങളെ നിൻ്റെ വായിൽ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവമാണ് വചനങ്ങളെ കൊടുക്കുന്നത്. പറഞ്ഞേ പറ്റത്തുള്ളൂ. അസ്ഥികളിൽ അത് അടയ്ക്കപ്പെട്ട് കിടക്കുകയാണ്. അത് കൊടുത്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ പ്രവചന ശുശ്രൂഷ ഈസി അല്ലാത്തതുകൊണ്ടും പ്രയാസമേറിയതായതുകൊണ്ടും പ്രതികൂലം നേരിടുന്നതായതുകൊണ്ട് യിരെമ്യാവിന് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ബാലനാണെന്ന് പറഞ്ഞത്. പക്ഷെ ദൈവം സമ്മതിച്ചില്ല. ഞാൻ നിന്നോടുകൂടി ഇരിക്കും, എൻ്റെ വചനം ഞാൻ നിൻ്റെ വായിൽ തരികയാണെന്ന് പറഞ്ഞ് ദൈവം അത് കൊടുത്തു. രാജാക്കന്മാരോടാണെങ്കിലും പറഞ്ഞേ പറ്റത്തുള്ളൂ. യിരെമ്യാവ് അത് പ്രസ്താവിച്ചു. മുമ്പോട്ടുള്ള അധ്യായങ്ങളിൽ വായിക്കുമ്പോൾ അത് നിമിത്തം താനെ കൽത്തുറുങ്കിൽ അടയ്ക്കപ്പെട്ട കാര്യം എഴുതിയിട്ടുണ്ട്. ഇപ്പം ജയിലറ പോലും ലഭിക്കുന്ന ഒരു ശുശ്രൂഷയാണ് പ്രവചന ശുശ്രൂഷ. കാര്യം നിലവിലുള്ള ആത്മീയവും ധാർമ്മികവുമായ അധപ്പതനത്തെ ദൈവിക വെളിച്ചത്തിൽ അവരെ ചൂണ്ടിക്കാണിക്കും. അത് രാജാക്കന്മാർക്ക് ഇഷ്ടമല്ല, പുരോഹിതന്മാർക്ക് ഇഷ്ടമല്ല, ജനത്തിന് ഇഷ്ടമല്ല. ചുരുക്കി പറഞ്ഞാൽ ജനത്തിന് ഇഷ്ടമുള്ളത് കൊടുക്കുക, പുരോഹിത വർഗത്തിന് ഇഷ്ടമുള്ളത് കൊടുക്കുക, ഭരണാധികാരികൾക്ക് താല്പര്യമുള്ളത് കൊടുക്കുക എന്നുള്ളതാണ് കള്ളപ്രവാചകന്മാർ നൽകിക്കൊണ്ടിരുന്ന ദൂത്. അതുകൊണ്ട് ഒരു വശത്തെ യിരെമ്യാവിനെ കണ്ണുനീരിൻ്റെ പ്രവാചകൻ എന്നാണ് വിളിച്ചിരിക്കുന്നത്. കണ്ണുനീരിൻ്റെ പ്രവാചകനായിരുന്നു. കഠിനമേറിയ ശുശ്രൂഷ താൻ ചെയ്തുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ അത് ഈസി അല്ലായിരുന്നു. ഇതുതന്നെയാണ് ഈ കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ നിയമത്തിലെ പത്രോസൊക്കെ പറഞ്ഞതുപോലെ, കർത്താവ് തന്നെ പറഞ്ഞ പോലെ, കള്ളപ്രവാചകന്മാരെക്കുറിച്ച് കർത്താവ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവരെ ആടുകളുടെ വേഷം ധരിച്ച് വരുമെന്നും എന്നാൽ അകം ചെന്നായാണെന്നും പറഞ്ഞിട്ടുണ്ട്. കടിച്ചു കീറുന്ന ചെന്നയാണ്. അപ്പോൾ ഇവരുടെ എണ്ണം ഇന്ന് പുതിയ നിയമ സഭകളിൽ വർദ്ധിച്ചു വന്നിരിക്കുകയാണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ഉള്ളതും. ഉപവാസ പ്രാർത്ഥനകൾ നടക്കുമ്പോൾ പ്രത്യേകിച്ച് കൃപാവര പ്രാർത്ഥന്മാരെന്ന് പറഞ്ഞ് അവരെയാണ് വിളിക്കുന്നത്. സത്യത്തിൽ പഴയ നിയമത്തിലെ കൃപാവര ശുശ്രൂഷയും പുതിയ നിയമത്തിലെ കൃപാവര ശുശ്രൂഷയും തമ്മിൽ വലിയ വ്യത്യാസമില്ല. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ സൗഖ്യം കൊടുത്തതും അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നതും പുതിയ നിയമത്തിൽ നടന്നതും തമ്മിൽ വ്യത്യാസമില്ല. കാര്യം രണ്ടും അതാത് സമയത്ത് പരിശുദ്ധാത്മാവ് അവരിലൂടെ പ്രവർത്തിച്ചതാണ്. അത് സ്ഥിരമല്ല. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ഒരു ശുശ്രൂഷകൻ പോലും സ്ഥിരമായി ഒരു രോഗശാന്തി വരമുള്ള ആളല്ല. താൻ ശുശ്രൂഷിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ദൈവദാസ് ശുശ്രൂഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ അതിനായി ഉപയോഗിച്ചാൽ ചിലർ സൗഖ്യമാകും, അല്ലെങ്കിൽ ആരും സൗഖ്യമായെന്ന് വരത്തില്ല. അപ്പം ആരും ഒരു കൃപാവര പ്രാപ്തനല്ല. ആ പ്രാപ്തി ദൈവം അതാത് സമയത്താണ് കൊടുക്കുന്നത്. പക്ഷേ ഇവരെ നമ്മളെന്തോ ഒരു വലിയ സംഭവമായിട്ട് കാണിച്ചുകൊണ്ട് കൃപാവര പ്രാപ്തന്മാർ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ശുശ്രൂഷിക്കുമെന്നൊക്കെ പ്രസ്താവിച്ചുകൊണ്ട് അവർ വരും, അവരെ വചനമെടുക്കും, ആ വചനത്തിൻ്റെ കോണ്ടക്സ്റ്റുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യം പറയും, ജനത്തെ ഇളക്കും, ജനത്തിന് ഇഷ്ടമാകും, ശുശ്രൂഷയിൽ നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന് ഇഷ്ടമാകും. അങ്ങനെ ജനത്തിൻ്റെ ധാർമ്മിക വശങ്ങളെ തൊടുന്നില്ല. അവർ തമ്മിൽ പിണക്കമുള്ളതോ മാതാപിതാക്കളെ ശുശ്രൂഷിക്കാത്തതോ കയ്പിൻ്റെ വേര് ഉള്ളിലുള്ളതോ സ്നേഹം തണുത്തു പോയതോ ഒന്നും അവർക്ക് വെളിപ്പെട്ട് കിട്ടുന്നുമില്ല. അവരതിനെ ഒരുക്കവുമല്ല പറയാൻ. കാര്യം ജനത്തിന് ഇഷ്ടമുള്ളത് കൊടുക്കണം. അതുകൊണ്ട് ജനത്തിന് ഇഷ്ടമുള്ളത് കൊടുത്തു. അവരുടെ തെറ്റുകളെ അങ്ങനെ തന്നെ ഇരുന്നു. അതിനെല്ലാം വെള്ളപൂശിക്കൊണ്ട് അവർക്കും അവരുടെ തലമുറകൾക്കും നന്മകൾ വരുന്നു, വിടുതൽ വരുന്നു, സൗഖ്യം വരുന്നു, ഉയർച്ച വരുന്നു എന്ന് പറഞ്ഞ് പ്രവചിച്ച് എല്ലാവരും തൃപ്തി പ്രാപിച്ച് ഉപവാസം അവസാനിപ്പിച്ചു. പക്ഷേ കയ്പ് മാറിയില്ല, സ്നേഹക്കുറവ് വന്നത് മാറിയില്ല, പരസ്പരമുള്ള അകൽച്ച മാറിയില്ല, പിണക്കം മാറിയില്ല. ഓരോ ഭവനത്തിനകത്ത് തന്നെ അകൽച്ചകളാണ്, അത് മാറിയിട്ടില്ല. ഉപവാസ പ്രാർത്ഥന കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായി? ഒരു പ്രയോജനം ഉണ്ടായില്ല.
ഈ ഒരു സത്യം ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് പ്രവചന ശുശ്രൂഷ ഈ കാലഘട്ടത്തിൽ ഈസി അല്ല. കാര്യം അവർ നിലവിലുള്ള സംഭവങ്ങളെ, അതായത് ആത്മീയമായി ഈ പെന്തക്കോസ്ത് സമൂഹം അധപ്പതിച്ച് പോയെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിക്കണം. ദൈവത്തിൽ നിന്ന് അകന്നുപോയി. നേതൃത്വത്തോടും പറയണം മടങ്ങി വരണമെന്ന്, ജനങ്ങളോടും പറയണം മടങ്ങി വരണമെന്ന്. അതുപോലെ തന്നെ ധാർമ്മിക അധപ്പതനം വന്നിരിക്കുന്നു. പരസ്പരമുള്ള സ്നേഹമോ ബഹുമാനമോ ആദരവോ കീഴടങ്ങലോ അനുസരണമോ ഒന്നുമില്ലാതെ പകയും പിണക്കവും ഈർഷ്യയും കയ്പും അസൂയൊക്കെ വെച്ചുകൊണ്ട് ഇരിക്കുന്ന ധാർമ്മിക അധപ്പതനം, പ്രത്യേകിച്ചും പേരൻസിനെ ബഹുമാനിക്കാത്ത, അവരോട് മല്ല് പിടിക്കുന്ന സ്വഭാവങ്ങൾ, ഈ ആത്മീയ അധപ്പതനം ഒന്നും വെളിപ്പെട്ട് വരാതെ ജനത്തെ വലിയ ആ ആവേശത്തിൻ്റെ തേരിലേക്ക് ഏറ്റിക്കൊണ്ടിരിക്കുക. യിരെമ്യാവിലൂടെ ദൈവം സംസാരിച്ച് എന്താണ് പ്രവചന ശുശ്രൂഷ? അത് ഈസി അല്ല. 1:10 അത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. നോക്കുക, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും. കണ്ടോ, നിർമൂലമാക്കുക, പൊളിക്കുക, നശിപ്പിക്കുക, ഇടിച്ചു കളയുക. ഇത് പ്രവചന ശുശ്രൂഷയാണ്. എന്ത് പൊളിക്കണം? സഭ പൊളിക്കാനല്ല, കുടുംബം പൊളിക്കാനല്ല. പിന്നെന്താണ്? ദൈവത്തിൻ്റെ വചനത്തിനും ദൈവത്തിനും വിരുദ്ധമായ പ്രവണതകളെ, സ്വഭാവങ്ങളെ, ആത്മീയ നിഗളങ്ങളെയൊക്കെ പൊളിച്ചു കളയണം. അത് ഇടിച്ചു കളയണം, നശിപ്പിക്കണം. എന്നിട്ട് ദൈവത്തിൻ്റേത് നടണം. തൊട്ട് താഴെ അതാ പറഞ്ഞിരിക്കുന്നത്, പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു. പണിയണം. ഇടിച്ചു കളഞ്ഞാൽ മാത്രം പോരാ, പണിയണം. ദൈവത്തിൻ്റെതല്ലാത്ത പ്രവണതകളെ, രീതികളെ, സ്വഭാവങ്ങളെ, ആത്മീയമായി ദൈവത്തിൽ നിന്ന് അകന്നുപോയ അവസ്ഥകളെ, ഹൃദയം കൊണ്ട് ദൈവത്തിൽ നിന്ന് അകലെയും അതരം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്ന കപട ഭക്തിയുടെ അനുഭവങ്ങളെയൊക്കെ പൊളിക്കണം, ഇടിക്കണം, നശിപ്പിക്കണം. എന്നിട്ട് ജനത്തിനും ദൈവദാസന്മാർക്കും നേതൃത്വം കൊടുക്കുന്നവർക്കും നേതാക്കന്മാർക്കും ഒരു മടങ്ങിവരവിൻ്റെ അനുഭവം കൊടുക്കണം. അതാണ് പ്രവചന ശുശ്രൂഷ. പുതിയ നിയമത്തിൽ അത് തന്നെയാണ്. യേശുക്രിസ്തുവാണ് പ്രവാചക ഉത്തമൻ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ പ്രവാചകൻ, പ്രവാചകന്മാരിൽ ഉത്തമൻ യേശുക്രിസ്തുവാണ്. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ പ്രവചന ശുശ്രൂഷ നിലവിലുള്ള സംഭവവികാസങ്ങളുടെ വെളിച്ചത്തിലാണ്. അതുകൊണ്ട് അന്നത്തെ പുരോഹിത വർഗത്തിന്, യഹൂദന്മാരുടെ പുരോഹിത വർഗത്തിന് യേശുവിനെ ഇഷ്ടമല്ലായിരുന്നു. ഭരിക്കുന്ന രാജാക്കന്മാർക്ക് യേശുവിനെ അംഗീകരിക്കാൻ പറ്റത്തില്ല. അവരൊക്കെ എതിരായിരുന്നു, ജനവും എതിരായിരുന്നു. അതുകൊണ്ട് അവസരം കിട്ടിയപ്പോൾ അവരെല്ലാം പറഞ്ഞു അവനെ ക്രൂശിക്കുക. അപ്പോൾ മീനും കിട്ടിയപ്പോൾ സന്തോഷിച്ചു, സൗഖ്യം കിട്ടിയപ്പോൾ സന്തോഷിച്ചു. പക്ഷേ അവസരം വന്നപ്പോൾ യേശുവിനെ തള്ളിപ്പറഞ്ഞു. അപ്പോൾ യേശു ആ പ്രവചന ദൗത്യം ചെയ്തപ്പോൾ യഹൂദന്മാരുടെ ഇടയിലുള്ള ആവശ്യമില്ലാത്ത പാരമ്പര്യ സ്വഭാവങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും അവിടെ ആത്മീയ അധപ്പതനത്തെയും ധാർമ്മിക അധപ്പതനത്തെയും ചൂണ്ടിക്കാണിച്ചപ്പോൾ ആ സമൂഹത്തിനും പുരോഹിത വർഗത്തിനും അവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാക്കന്മാർക്കും യേശുവിനെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അന്ന് റോമാ ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. അവർക്കാർക്ക് യേശുവിനെ അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ പറ്റിയില്ല. അപ്പം അത് പൗലോസാണേലും പുതിയ നിയമത്തിലെ തിരുവചനത്തിലൂടെ സംസാരിച്ചുള്ള ഏത് പ്രവാചകനാണേലും ജനത്തിൻ്റെ അംഗീകാരത്തിനല്ല, ജനത്തെ പ്രസാദിപ്പിക്കാനാവില്ല അവർ നിന്നത്, ദൈവത്തെ പ്രസാദിപ്പിക്കുവാനാണ്. അതുകൊണ്ട് പ്രിയ ദൈവജനമേ, നമ്മളെങ്ങോട്ടാണ് ഓടുന്നത്? എങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്? ഇതെല്ലാം നിത്യനാശത്തിലേക്ക് പോവുകയാണെന്നുള്ള സത്യം മനസ്സിലാക്കി ഒരു മടങ്ങിവരവേ എനിക്ക് നിങ്ങൾക്ക് ആവശ്യമാണ്. പ്രവചന ശുശ്രൂഷ പഴയ നിയമമാണ്, പുതിയ നിയമമാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ചല്ലോ. നിലവിലുള്ള സംഭവങ്ങളെ ദൈവത്തിൻ്റെ നാളെയുടെ വെളിച്ചത്തിൽ കാണുകയാണ്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞൊരു വാക്ക് സൂചിപ്പിച്ചല്ലോ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അത് അന്തിമ ന്യായവിധിയുടെ കാര്യമാണ്. അന്ന് പലരും എന്നോട് പറയും, ഞാൻ പ്രവചിച്ചു, രോഗികളെ സൗഖ്യമാക്കി, വളരെ വീര്യപ്രവർത്തികൾ ചെയ്തില്ലയോ എന്നന്ന് പറയുമ്പോൾ ഞാൻ അവരോട് പറയും, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിൻ. വേദപുസ്തകത്തിൽ ഏറ്റവും ഭയപ്പെടുത്തുന്നൊരു വാക്കാണത്. മോസ്റ്റ് ടെറിഫയിങ് വേർഡ്സ് ഇൻ ദ ബൈബിൾ എന്ന് അതിനെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുള്ളത്. ആ ഒരു വാക്യം അങ്ങനെ കിടക്കെ
ദൈവദാസന്മാർക്കോ ദൈവമക്കൾക്കോ ഒരു ഭയവുമില്ലാതെ അവരുടെ ജീവിതത്തിൽ അനീതി നടത്തിക്കൊണ്ടിരിക്കുക. ഞാനത് വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുക. ഈ സ്നേഹത്തിൻ്റെ തണുപ്പ് തന്നെ അധർമ്മമാണ്. ഒരു സ്നേഹം തണുക്കുന്നിടത്ത് അനീതി വർദ്ധിക്കുമ്പോൾ യേശു തന്നെ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, സ്നേഹം തണുത്തു പോകും. ആ കാലത്ത് അധർമ്മം വർദ്ധിക്കും. അപ്പോൾ സ്നേഹം തണുത്താൽ അധർമ്മം വർദ്ധിക്കും. ആ ഒരു കാര്യത്തിന് യാതൊരു തർക്കവുമില്ല. അന്ന് അന്തിമ ന്യായവിധിയിലായിരിക്കും നഷ്ടപ്പെട്ടത് അറിയുന്നത്. അതുവരെ ഈ വീട് പണി നന്നായിട്ട് നടന്നു, നല്ല വീടൊക്കെ ഉയർന്നു, ആത്മീയമായി അവരുടെ കാര്യങ്ങളൊക്കെ നല്ലതാണെന്നൊക്കെ തോന്നി. പക്ഷെ അവസാനം കാറ്റടിച്ചു, വലിയ മഴ വന്നു, വെള്ളം പൊങ്ങി, വീട് വീണപ്പോഴറിഞ്ഞത് അയ്യോ വീണു പോയല്ലോ, വീഴ്ച വലുതായിരുന്നു. അപ്പോൾ ഈ അന്തിമ ന്യായവിധിയിൽ അറിയത്തുള്ളൂ നമ്മുടെ വീഴ്ച വലുതായിരുന്നു. അതുവരെ ഞാൻ എൻ്റെ ജീവിതത്തെ ആത്മീയമായി പണിയുന്നത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ബോധിച്ച രീതിയിൽ നമ്മുടെ ജീവിതത്തെ പണിയും. പക്ഷേ ദൈവത്തിൻ്റെ വചനം കേട്ട് അതനുസരിച്ച് വീട് പണിയുന്നവനാണ് ബുദ്ധിമാൻ. അവർക്കും കാറ്റടിക്കും, അവർക്കും വെള്ളം പൊങ്ങും, അവർക്കും മഴ പെയ്യും. പക്ഷെ ആ വീട് വീഴത്തില്ല. അന്തിമ ന്യായവിധിയിൽ അവർ നിലനിൽക്കും. സത്യം മനസ്സിലാക്കണമേ. അതുകൊണ്ട് യേശു ദൈവത്തിൻ്റെ നാളെയുടെ വെളിച്ചത്തിൽ ആ കാര്യങ്ങൾ പറഞ്ഞത്. ഭാവി പ്രവചനമാതെ അനീതി പ്രവർത്തിച്ചാൽ, അനീതി എന്നുള്ള വാക്ക് ഞാനിപ്പോൾ വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുവന് അർഹതയുള്ളത് കൊടുക്കുക എന്നുള്ളതാണ് നീതി എന്ന് പറയുന്നത് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കൂലിക്കാരൻ്റെ കൂലി കൃത്യമായിട്ട് കൊടുക്കണം, പാവപ്പെട്ടവനെ അനാദരവ് കാണിക്കരുത്, ദരിദ്രന്മാരോട് കൂറ് കാണിക്കണം, മാതാപിതാക്കളെ അന്വേഷിക്കണം, അവരെ ശുശ്രൂഷിക്കണം, അവരെ സ്നേഹിക്കണം, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, മക്കൾ അമ്മയപ്പന്മാരെ അനുസരിക്കണം, ബഹുമാനിക്കണം. ഇതൊക്കെ നീതിയാണ്. അതിന് മാറ്റം വന്നു പോയാൽ അത് അനീതിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഞാനുൾപ്പെടെ എത്രയോ പേര് അനീതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അധർമ്മം പ്രവർത്തിക്കുന്നവർ എന്നാ ശുശ്രൂഷ ചെയ്തെന്ന് പറഞ്ഞാലും, എത്ര അന്യഭാഷ പറഞ്ഞെന്ന് പറഞ്ഞാലും, ഞാൻ വിശുദ്ധ ജീവിതം നയിച്ചെന്ന് പറഞ്ഞാലും അന്ന് തള്ളപ്പെട്ടു പോകും. വീഴ്ച വലുതായിരിക്കും. പുതിയ നിയമത്തിൽ ഇതിന് ധാരാളം ഉദാഹരണമുണ്ട്. യേശു പറഞ്ഞ വാക്കുകൾ ഞാൻ ചുരുക്കമായിട്ട് സൂചിപ്പിക്കുക. ഏറ്റവും ചെറിയ സന്ദേശങ്ങളായിട്ട് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് പറഞ്ഞ വാക്കുണ്ടല്ലോ എഫെസസ് സഭയോട്. എന്താണ്? ഒരു കുറവ് നിന്നെക്കുറിച്ച് പറയാനുണ്ട്. നിൻ്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞിരിക്കുന്നു. എന്നിട്ട് പറയുക, ദൈവത്തിൻ്റെ നാളെയുടെ വെളിച്ചത്തിൽ ഇന്നത്തെ സംഭവത്തെ ദൈവത്തിൻ്റെ നാളെയുടെ വെളിച്ചത്തിൽ ചൂണ്ടിക്കാണിക്കുക. ഇപ്പോഴത്തെ സംഭവം എന്നാ? നിനക്ക് ആ സ്നേഹം പോയിരിക്കുന്നു, സ്നേഹത്തിൽ നിന്ന് വീഴ്ച പറ്റിയിരിക്കുന്നു. ഒരുപാട് ആത്മീയ ആക്ടിവിറ്റീസ് നിങ്ങൾ നടത്തുന്നുണ്ട്, ശരിയാ. പക്ഷേ സ്നേഹത്തിന് വീഴ്ച സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നുവെന്ന് ഓർത്തുകൊള്ളുക എന്ന കർത്താവ് പറഞ്ഞത്. എന്നിട്ട് മാനസാന്തരപ്പെടാൻ. അത് ഇംഗ്ലീഷ് ഭാഷയിലൊക്കെ വരുമ്പോൾ എത്ര ഉയരത്തിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെടുക. അപ്പോൾ നിലവിലുള്ള സംഭവങ്ങളെ തൊട്ടുകൊണ്ട്, ഒരു സഭയുടെ നിലവിലുള്ള സംഭവത്തെ തൊട്ടുകൊണ്ട് ആദ്യ സ്നേഹം അവർ വിട്ടുകളഞ്ഞത് സൂചിപ്പിച്ചുകൊണ്ട് മടങ്ങി വരുവിൻ്റെ ദൂത് കൊടുക്കുക, മാനസാന്തരപ്പെട്ടുക. എന്നിട്ട് എന്ത് ചെയ്യണം? ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം. വെളിപ്പാട് 2-ാം അധ്യായത്തിലെ കാര്യം നമുക്കറിയാം. ഇത് ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം. അല്ലെങ്കിലോ ദൈവത്തിൻ്റെ നാളെയുടെ വെളിച്ചത്തിൽ അതിനെ കാണുക. നീ മാനസാന്തരപ്പെടാഞ്ഞാൽ, അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിൻ്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ നാളെയുടെ വെളിച്ചത്തിൽ, ഭാവിയുടെ വെളിച്ചത്തിലാണ് അത് പറയുന്നത്. അതാണ് ഭാവി പ്രവചനം. അല്ലാതെ ദാവീദ് തെറ്റ് ചെയ്ത് കിടക്കുമ്പോഴും നിന്നെ ചക്രവർത്തിയാക്കുമെന്നും ഒത്തിരി രാജ്യങ്ങൾ നിനക്ക് ഇനി കീഴടക്കാൻ കഴിയുമെന്നും പ്രവചിക്കുന്ന അല്ല പ്രവചനം. ആ മനുഷ്യൻ നീ തന്നെയാണ്, മടങ്ങി വാ. ദാവീദ് അത് ഉൾക്കൊണ്ടു. അവൻ്റെ കരച്ചിലാണ് 51-ാം സങ്കീർത്തനം, ഒരു മടങ്ങി വരവിനായി. ഇവിടെ ദൈവസഭയോട് പറയുകയാണ്, മാനസാന്തരപ്പെടുക, മടങ്ങി വരിക, ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാലോ ദൈവത്തിൻ്റെ ഭാവി, ദൈവത്തിൻ്റെ നാളെയുടെ വെളിച്ചത്തിൽ ഞാൻ വരും. നിൻ്റെ നിലവിളക്ക്, നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിൻ്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. ഇപ്പോൾ നിലവിളക്കെന്ന് പറഞ്ഞത് സഭയാണെന്നാണ് വെളിപ്പാട് പുസ്തകം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സഭയുടെ നിലയിൽ നിന്ന് ദൈവം നീക്കിക്കളയുന്നു.
ഭയപ്പെടേണ്ട കാര്യമല്ല. ഒരു സഭയോട് പറഞ്ഞു, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ റെപ്യൂട്ടേഷനുണ്ട്, ജീവനുള്ളവെന്ന് പേരുണ്ടെന്നും, വലിയ ഹോളുണ്ടെന്നും, കുറച്ച് ആൾക്കാരുണ്ടെന്നും, റോഡ് സൈഡിലാണെന്നും, കുഴപ്പമില്ല സാമ്പത്തികം ഉണ്ടെന്നും ഒക്കെ റെപ്യൂട്ടേഷൻ ഉണ്ട്. പക്ഷെ നിനക്ക് മരിച്ചവനാണെന്ന് നിലവിലുള്ള സംഭവത്തെ സൂചിപ്പിച്ചു. മരിച്ചവനാണ് നീ. ആത്മീയമായി വളരെ അധപ്പതനത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സദ്യസിലെ സഭയോട് പറഞ്ഞത് മരിച്ചവനാണ് നീ. അതുകൊണ്ട് എന്ത് ചെയ്തോണം? ഉണരണം. കാര്യം ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകും. നിലവിലുള്ള സംഭവത്തെ യേശു എന്ന പ്രവാചകൻ ചൂണ്ടിക്കാണിക്കുകയാണ്. എന്നിട്ട് പരിഹാരം പറയുക, ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിൻ്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണമുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. എന്നിട്ട് ദൈവത്തിൻ്റെ നാളെയെക്കുറിച്ച് പറയുകയാണ്, നീ ഉണരാതിരുന്നാൽ ഞാനൊരു കള്ളനെപ്പോലെ വരും, ഏത് നാഴികയ്ക്ക് നിൻ്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. കണ്ടു, ദൈവത്തിൻ്റെ നാളെയുടെ വെളിച്ചത്തിൽ ഇന്നത്തെ സംഭവത്തെ കാണുകയാണ്. ഒത്തിരി ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ സഭയിലും സമൂഹത്തിലും ഈ പ്രവചനം ആവശ്യമാണ്. അവരെ ഉൾക്കൊള്ളത്തില്ലെന്നറിയാം, അവർക്ക് പ്രോഗ്രാം കൊടുക്കത്തില്ലെന്നും അറിയാം. കള്ളപ്രവാചകന്മാർ കയറി ഇതിനകത്ത് നിരന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അത് ജനത്തിന് ഇഷ്ടമായിരിക്കുമ്പോൾ, അത് ശുശ്രൂഷകനും കേടുപറ്റാതിരിക്കുമ്പോൾ അതേ നടക്കത്തുള്ളെന്നറിയാം. എങ്കിലും സത്യത്തിലേക്ക് മടങ്ങി വരണമേ. യഥാർത്ഥ പ്രവചനം ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തുന്നതാണ്, വചനത്തിലേക്ക് മടക്കി വരുത്തുന്നതാണ്. അതിനെ നിലവിലുള്ള സംഭവങ്ങളെ ചൂണ്ടിക്കാണിക്കും. എനിക്കൊരു കുറവുണ്ടെങ്കിൽ വചനത്തിലൂടെയോ പ്രവചനത്തിലൂടെയോ ചൂണ്ടിക്കാണിക്കും, നിനക്ക് കുറവുണ്ട്, മടങ്ങി വാ. ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ ന്യായവിധി ദിവസത്തിൽ പെട്ടുപോകുന്ന ദൈവത്തിൻ്റെ നാളെയുടെ വെളിച്ചത്തിൽ അരുളി ചെയ്യുവാനായിട്ടിടയായിടുത്തി. ഈ കാലഘട്ടത്തിൽ വളരെ ഭാരത്തോടാണ് ഞാൻ ഈ മെസ്സേജ് നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജനത്തെ പ്രസാദിപ്പിക്കുക. ഞാൻ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ വിദേശത്തൊരു സഭയിൽ ഒരു 6 വർഷത്തിലേറെ ശുശ്രൂഷകനായി കുടുംബമായി ശുശ്രൂഷിച്ച വ്യക്തിയാണ്. അവർ ചിലർ ഈ വചനം കേൾക്കും. അവിടെ ഞാൻ ഏറ്റവും കൂടുതൽ നിത്യതയെക്കുറിച്ച് ഉള്ള കാര്യമാണ് പറഞ്ഞത്. നിത്യതയ്ക്ക് ആ ജനത്തെ ഒരുക്കുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നാട്ടിലെ പാസ്റ്റർമാർ തിരക്കി, എന്താണ് എബ്രാമോസ് അവിടെ ചെയ്തത്? ചിലരെ അറിയിച്ചു, കഠിനമായ ഉപദേശമാണ്, നിത്യതയെക്കുറിച്ചാണ് മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലർ ചോദിച്ച ചോദ്യം ഞാൻ പിന്നീട് അറിഞ്ഞു, അങ്ങനെ ശുശ്രൂഷിച്ച ജനത്തിന് ഇഷ്ടമാകുമോ? അതാണ് വിഷയം, ജനത്തിന് ഇഷ്ടമാകുമോ? കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസനോട് ഞാൻ സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, ദൈവത്തിൽ നിന്ന് അകന്നുപോയി, ദൈവവചനത്തിൽ നിന്ന് അകന്നുപോയി, നമുക്ക് മടങ്ങിവരെ വേണം, ജനത്തിനും ദിവാസന്മാർക്കും പാസ്റ്റർമാർക്കും മാനസാന്തരം വേണമെന്ന് പറഞ്ഞപ്പോൾ പറയും, ഇതുവല്ലം ജനത്തിന് ഇഷ്ടപ്പെടുമോ? ഞാൻ പറഞ്ഞു, ജനത്തിനെ ഇഷ്ടപ്പെടുത്താൻ നിന്നാൽ നമ്മളെ അന്തിമ ന്യായവിധിയിൽ കൈവിട്ടു പോവും. അതുപോലെ ഒരു സംഘടനയുടെ വാർഷിക യോഗത്തിന് കഴിഞ്ഞ വർഷം ഒരു പ്രമുഖ കൺവെൻഷൻ പ്രാസംഗകൻ, സ്വദേശത്തും വിദേശത്തും ഒക്കെ ധാരാളം പ്രോഗ്രാമുള്ള വളരെ പ്രസിദ്ധനായ ഒരു കൺവെൻഷൻ പ്രാസംഗനാണ് പ്രസംഗിക്കുന്നത്. ഞാനും ഒരു മെസ്സേജ് കേൾക്കാൻ പോയിരുന്നതാണ്. അന്ന് ആ പ്രസ്ഥാനത്തിൽ അന്നും ഇന്നും പരസ്പരമുള്ള പ്രശ്നങ്ങളും പിണക്കങ്ങളും കേസുകളും നേരായ വഴിയിലൂടെ അല്ലാതെ അധികാരസ്ഥാനങ്ങൾ പിടിച്ചെടുത്തുമൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അവിടെ നിന്നുകൊണ്ട് ഈ ലോകപ്രസിദ്ധനായ മലയാളികളുടെ പ്രസിദ്ധനായ ദൈവദാസനിൽ നിന്ന് ഒരു നല്ല വചനം കേൾക്കുമെന്ന് കണ്ട് ഞാൻ പോയി അവിടെ ഇരുന്നപ്പോൾ ഞാൻ കേട്ടത്, ആ ദൈവദാസൻ പറഞ്ഞത്, ഈ പ്രസ്ഥാനത്തിലൂടെ ഈ വർഷം വലിയ ഉണർവ് നടക്കാൻ പോകുന്നു. അവർ ആ സ്റ്റേജിലിരിക്കുന്നവർ തമ്മിൽ പരസ്പരം കടിച്ചു കീറുന്നവരാ. അവരൊക്കെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കൊടുത്തിട്ടുണ്ട്. പലരെയും വളഞ്ഞ വഴിയിലൂടെ താഴെ ഇറക്കിയിട്ട് ചിലരവിടെ കയറിയിരിക്കുകയാണ്. ഈ സാഹചര്യമൊക്കെ നിലവിൽ ഉള്ളപ്പോൾ ഒരു പ്രവാചകൻ ശബ്ദം അവിടെ ഉയരേണ്ട സ്ഥാനത്ത് ഈ ഭരിക്കുന്ന ഭരണാധികാരികളുടെ പ്രീതി കിട്ടാൻ വേണ്ടി ഈ പ്രസിദ്ധനായ വ്യക്തി നിന്നുകൊണ്ട് പറയുകയാണ്, ഈ വർഷം ഇന്ത്യയിൽ വലിയ ഉണർവുണ്ടാകാൻ പോവുകയാണ്, ഈ പ്രസ്ഥാനത്തിലൂടെയാണ് ഉണർവ് നടക്കാൻ പോകുന്നത്. കള്ളപ്രവചനം പറഞ്ഞ് ഞാൻ അപ്പോഴേ ഇറങ്ങി ഇഞ്ഞു പോന്നു. ഞാൻ വേദനയോടെ ഈ 2 സംഭവങ്ങൾ ഓർക്കുന്നത്, ദൈവമക്കളെ, ഒരു മടങ്ങിവരവ് നമുക്ക് ആവശ്യമാണ്.
നമ്മുടെ സമൂഹം ദൈവത്തിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും വളരെ അകന്നുപോയി. അതിൻ്റെ ആത്മീയവും ധാർമ്മികവുമായ അധപ്പതനം നമുക്ക് സംഭവിച്ചു കഴിഞ്ഞു. അതാരും തിരുത്തുന്നില്ല, ആരും ഇതോർത്ത് വേദനിക്കുന്നില്ല. വേദനിക്കുന്നവർ പറഞ്ഞാലൊട്ട് അനുസരിക്കത്തുമില്ല, അവരെ ഉൾക്കൊള്ളത്തുമില്ല. ഇങ്ങനെ ഉൾക്കൊള്ളാതെ വന്നപ്പോഴായി ചെറിയ ശുശ്രൂഷ ഞാൻ തുടങ്ങിയത്. ദൈവമേ, ഒരു 10 പേരെ കേട്ടുള്ളെങ്കിലും അവരെയെങ്കിലും സത്യം അറിയിക്കണമല്ലോ, അതിന് ഞാൻ തുടങ്ങിയതാണിത്. നിങ്ങൾ പ്രാർത്ഥിക്കുക. തുറന്നുള്ള നാളുകളിലും തിരുവചനത്തിലെ സത്യങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ട് ചില മെസ്സേജുകളെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ.